നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. മുനമ്പത്ത് നിന്ന് രേഖകൾ കൈവശമുള്ള ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂപ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത്. അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നോട്ടീസ് അയച്ചു. പാർലമെന്റിൽ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സൗരോർജ വൈദ്യുതി കരാർ ലഭിക്കാൻ 2200 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിലാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ നടപടി. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിനു കരുത്തായ ഹരിതകർമ്മസേന മാലിന്യം വിറ്റ് നേടിയത് 23.38 കോടി രൂപ. ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 5.70 കോടി രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ രാഷ്ട്രീയത്തിൽ നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യം ഒരിക്കൽ കൂടി പ്രകടമായി. അമ്മ സോണിയാഗാന്ധിയും മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരേ സമയം MP മാരാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. പാർലമെന്റിൽ എത്തുന്ന കുടുംബത്തിലെ 8ാമത്തെ അംഗമാണ് പ്രിയങ്ക ഗാന്ധി. സ്വർണവിലയിൽ ഞെട്ടിക്കുന്ന വർധനവാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രേഖപ്പെടുത്തിയത്. ആഗോള വിപണിയിൽ മൊത്തം അസ്ഥിരത പ്രകടമാണ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ വർദ്ധിക്കുകയാണ്. ബിറ്റ്കോയിൻ വിലയും കുതിക്കുന്നുണ്ട്. ഡോളർ നിരക്ക് ഉയർന്നു. ഇന്ത്യൻ രൂപ കൂപ്പുകുത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംഭവിച്ച ഈ മാറ്റങ്ങൾ വ്യവസായ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം സ്വർണം പവന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് 59,080 രൂപയായിരുന്നു. വടക്കൻ കേരളത്തിൽ കാറ്ററിംഗ് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന. ലൈസൻസ് ഇല്ലാത്ത 10 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 24 സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിലേക്ക് അയച്ചു. മറ്റ് അപാകതകൾ കണ്ടെത്തിയ 45 സ്ഥാപനങ്ങൾക്ക് പിഴയൊടുക്കാൻ നോട്ടീസ് നൽകി. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.